കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 21, 33 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി. അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ, എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി. വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റ് കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും അവൻ്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു. കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട 2 വായനകളും, ആദ്യ വായനയും സുവിശേഷവും, രണ്ടും ഒത്തിരി കാര്യങ്ങൾ, സമാനമായ സംഭവങ്ങൾ അരങ്ങേറി നമുക്ക് കാണാൻ പറ്റും. ആദ്യ വായനയിൽ പിതാവ് യാക്കോബ് ജോസഫിനെ തൻ്റെ മക്കളുടെ അടുത്തേക്ക് അയക്കുന്നു. സുവിശേഷത്തിൽ യജമാനൻ മുന്തിരിത്തോട്ടത്തിലേക്ക് ആൾക്കാരെ അയക്കുന്നു. ഇത് കഴിഞ്ഞ് അവിടെ നമ്മൾ കാണുകയാണ്, ജോസഫിനെ യാക്കോബ് അധികമായിട്ട് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേക ഉടുപ്പൊക്കെ അവന് കൊടുത്തിരുന്നത്. ആ മകനെയാണ് അയക്കുന്നത്. സുവിശേഷത്തിൽ തൻ്റെ ഏക മകനെ പിതാവ് വിചാരിച്ചു ഇവനെ ബഹുമാനിക്കും എന്ന് കരുതി മകനെ അയക്കുകയാണ്. ഇനി മകൻ അല്ലെങ്കിൽ 2 മക്കൾ അയക്കപ്പെട്ടപ്പോൾ സ്വന്തം സഹോദരങ്ങൾ ജോസഫിനെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. എന്ന് പറയാം, നമുക്ക് ഇവനെ കൊന്നുകളയാം, ഇവൻ സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞ് ഇവനെ കൊന്നുകളയാമെന്ന് അസൂയ കൊണ്ടും അവരുടെ സ്വാർത്ഥത കൊണ്ട് തീരുമാനിക്കുന്നുണ്ട്. അവർ കൊല്ലുന്നില്ല, പക്ഷേ വിൽക്കുകയാണ്. മറ്റൊരു ദേശത്തേക്ക് കൂടപ്പറപ്പിനെ വിറ്റു. സുവിശേഷത്തിൽ ഇവനാണ് അവകാശി, ഇവനാണ് ഏക മകൻ, ഇവനെ കൊന്ന് നമുക്ക് അവകാശം സ്വന്തമാക്കാമെന്ന് പറഞ്ഞ് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി കൊന്നുകളയുകയാണ്. ഇനി നമ്മൾ കാണുന്ന ഭാഗം, 2 മക്കൾ തിരസ്കരിക്കപ്പെടുന്നുണ്ട്. ആദ്യ വായനയിൽ ജോസഫ് തിരസ്കൃതനാകുന്നുണ്ട്, ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. സുവിശേഷത്തിൽ ഏക മകൻ കൊല്ലപ്പെടുന്നുണ്ട്. 2 തിരസ്കൃതനാകുന്നുണ്ട്. പക്ഷേ ഈ 2 ദൈവീക പദ്ധതി എന്താണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ആദ്യ വായന നമ്മൾ കാണുകയാണ്, ജോസഫ് സ്വന്തം സഹോദരങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ, തിരസ്കൃതനായവൻ, മാറ്റി നിർത്തപ്പെട്ടവൻ, മറ്റൊരു ജനതയിലേക്ക് വിൽക്കപ്പെട്ടവൻ. അവൻ തന്നെയാണ് ആ ദേശത്തെ രക്ഷകനായി
ഭരണാധികാരിയായി ഉയർത്തപ്പെടുന്നത്. സുവിശേഷം നമ്മൾ കാണുകയാണ്, ഈ ഏക മകനെ അവർ കൊന്നുകളഞ്ഞു, ക്രൂശിച്ചു. മറ്റൊരു വാക്യം പറഞ്ഞാൽ ക്രൂശിച്ചു. രണ്ടുപേരും രണ്ട് വായനകളിലുള്ളത് യേശുക്രിസ്തുവിൻ്റെ നിഴൽ തന്നെയാണ്. സുവിശേഷത്തിൽ ക്രിസ്തുവിനെ കൊന്നുകളയുന്നുണ്ടെങ്കിൽ പിതാവായ ദൈവം എല്ലാവരും ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി ഉയർത്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചാണ്, ഉയർപ്പിനെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ രണ്ട് വായനകളുടെ കാതലായ സന്ദേശം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ തിരസ്കരിക്കുന്നിടത്തും ദൈവത്തിന് മനുഷ്യനെ ഉയർപ്പിക്കാൻ പറ്റും. ഇന്ന് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പലപ്പോഴും മനുഷ്യരാൽ തിരസ്കൃതരാകുകയും ഉപേക്ഷിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും അല്ലെങ്കിൽ കളിയാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. ഇവിടെ ജോസഫ് സ്വന്തം സഹോദരങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവനാണ്. ഈശോ കൂടെ നടന്നവരാൽ തിരസ്കരിക്കപ്പെട്ടവനാണ്, ഉപേക്ഷിക്കപ്പെട്ടവനാണ്. അടുത്ത ഭാഗം നമ്മൾ കാണുകയാണ്, ഈ തിരസ്കൃതനായവൻ മറ്റൊരു ദേശത്ത് ചെന്ന് അവിടെ ജയിലിൽ കിടക്കേണ്ടി വരുന്നു. പൊത്തിഫറിൻ്റെ ഭാര്യ നുണ പറഞ്ഞ് ജയിലടയ്ക്കുന്നു. വല്ലാതെ തകർക്കപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. തിരസ്കരണം മാത്രമല്ല, തിരസ്കരണത്തിൻ്റെ ബാക്കിപത്രമായി വല്ലാതെ തകർക്കപ്പെടുന്ന, മനുഷ്യരാൽ തകർക്കപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈശോ കുരിശിൽ തകർക്കപ്പെട്ടവനായി, അവൻ്റെ ശരീരം ഉഴവുചാൽ പോലെ ഉഴുതുമറിച്ചു. അപ്പോൾ തിരസ്കരണത്തിന് ശേഷം ശക്തമായ തകർക്കപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നുപോയവരാണ് പൂർവ്വപിതാവ് ജോസഫും ജീവിക്കുന്നവനായ കർത്താവ് യേശുക്രിസ്തുവും. ഇനി രണ്ടുപേരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് അത്ഭുതാവഹമാണ്, മനുഷ്യബുദ്ധിക്ക് അതീതമാണെന്ന് വചനത്തിൽ നാം വായിച്ചിട്ടുണ്ടല്ലോ എന്നാണ് സുവിശേഷത്തിൽ നമുക്ക് കാണുക. അതെന്താണ്? തകർക്കപ്പെട്ടവൻ തന്നെ ദൈവത്താൽ ഉയർത്തപ്പെട്ടവനായിട്ട് മാറി. സഹോദരങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ തന്നെ സഹോദരങ്ങളുടെ രക്ഷയ്ക്കുള്ള കാരണമായിട്ട് മാറി. സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനും തകർക്കപ്പെട്ടവനും കാൽവരിയിൽ 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് നമുക്ക് വേണ്ടി മരിച്ചവൻ തന്നെ അവൻ ഉദ്ധാനം ചെയ്ത് ഇന്ന് നമ്മുടെ രക്ഷകനായിട്ട് മാറി. ഇത് മാനുഷിക ബുദ്ധിക്ക് അതീതമായ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ദൈവസ്നേഹത്തിലും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതത്തിലുണ്ടെന്നുള്ളതാണ്. എത്ര കണ്ട് മനുഷ്യർ നമ്മളെ തളർത്തിയാലും തകർത്ത് കളയുന്ന അനുഭവങ്ങളുണ്ടായാലും തിരസ്കരിച്ചെന്ന് പറഞ്ഞാലും നമ്മെ ഉപേക്ഷിക്കാത്ത, നമ്മെ തള്ളിക്കളയാത്ത ഒരു കർത്താവിൻ്റെ സ്നേഹമുണ്ട്, സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് വായനകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരിലേക്കല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യർ എത്ര കണ്ട് നമ്മളെ തകർത്ത് കളഞ്ഞാലും നമ്മളെ ഉദ്ധാനം ചെയ്യിപ്പിക്കുന്ന, ഉയർപ്പിക്കുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടതും. ആ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടതും എന്നതാണ് ഇന്നത്തെ വായനകളുടെ സന്ദേശം. ഈ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരാൽ, സ്നേഹിതരാൽ, സുഹൃത്തുക്കളാൽ, നമ്മളെ സ്നേഹിച്ചവരാലൊക്കെ തിരസ്കരിക്കപ്പെട്ടതിൻ്റെ അനുഭവങ്ങളും മാറ്റി നിർത്തപ്പെട്ടതിൻ്റെയും ഒഴിവാക്കപ്പെട്ടതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ആ അനുഭവത്തിലും മനസ്സിലാക്കുന്നുണ്ടെന്നും ചേർത്ത് പിടിക്കുന്നുണ്ടെന്നും ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി ഉയർത്താൻ ദൈവത്തിന് പറ്റുമെന്നും വിശ്വസിക്കാനുള്ളൊരു കൃപയ്ക്കായി ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തുമെന്ന പ്രത്യാശയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.